പക്ഷേ ഈ പണി നമ്മൾ കൊടുത്തോണ്ടൊന്നും മഞ്ജു തളരാൻ പോകുന്നില്ല. ഞാനാണ് പീതാംബരനെ കൊന്നതെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ എന്റെയും നിന്റെയും പുറകെ തന്നെ ഉണ്ടാവും. നമ്മളിൽ നിന്നും അബദ്ധം പറ്റുന്നത് കാത്തിരുന്ന് കൃത്യമായി അറസ്റ്റ് ചെയ്യാനായിരിക്കും അവരുടെ പ്ലാൻ. എടാ അത് പണിയാവൂലോ, നമ്മൾ എന്ത് ചെയ്യും? നീ പേടിക്കേണ്ടടാ. അവരെന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും അതിനെ കവച്ചു വെക്കുന്ന ഒരു പ്ലാൻ ഞാൻ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലേ. എടാ അതാണ് എന്റെ ധൈര്യം. മഞ്ജു ഈ കളികളെല്ലാം കളിക്കുന്നത് പുതിയ യൂണിഫോമിന്റെ അധികാരം വെച്ച അത് നഷ്ടപ്പെട്ട അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ മഞ്ജു ഇപ്പൊ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എന്ത് കാരണം പറഞ്ഞിട്ടാ നീ അവളുടെ ജോലി കളയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കാരണമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. അതിനെ പറ്റിയൊരു വഴി അവള് തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്ത് വഴി? നിന്നെ അവള് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് ഒരു കേസ് പോലും ഫയൽ ചെയ്യാതെ വിട്ടില്ലേ? അത് നിന്നെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയാണ് നീ പറയണം. കുറ്റവാളികളല്ലെന്ന് കോടതി തീരുമാനിച്ചിട്ടും വീണ്ടും നമ്മളെ കള്ളക്കേസിൽ കൊടുക്കാനാണ് മഞ്ജു ശ്രമിക്കുന്നതെന്ന് നീ അങ്ങ് പറയണം. എടാ പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആളുകൾ വിശ്വസിക്കും. അല്ല നമുക്ക് അവർക്കിടയിൽ നല്ല പ്രതിച്ഛായ അല്ലല്ലോ ഉള്ളത്. എടാ ചുമ്മാ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. പക്ഷെ അതൊരു ആത്മഹത്യാ കുറിപ്പായിട്ടാണെങ്കിലോ? പേടിക്കല്ലേ, നിന്നോട് ആത്മഹത്യ ചെയ്യാനൊന്നല്ല പറയുന്നത്. നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പോലെ അഭിനയിക്കണം. എന്നിട്ട് മഞ്ജു നിന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചതിനെ കുറിച്ച് വളരെ വൈകാരികമായി ഒരു ആത്മഹത്യ കുറിപ്പങ്ങ് എഴുതണം. എടാ നിന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ മഞ്ജു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എനിക്കെതിരെ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് നിന്നെ ലക്ഷ്യം വെച്ചാണെന്നും നീ എഴുതണം. നീ എന്നെ കുറിച്ച് ഒന്നും പറയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോ നിന്നെയും നിന്റെ കുടുംബത്തിനെയും തകർക്കുമെന്നും മഞ്ജു ഭീഷണിപ്പെടുത്തിയെന്നും നീ എഴുതണം. നിന്റെ ആത്മഹത്യക്ക് കാരണക്കാരി മഞ്ജു ആണെന്ന് നീ നല്ല വ്യക്തമാക്കണം. അകത്ത് നാട്ടുകാർക്കിടയിൽ വൈറലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മഞ്ജുവിനെ ആത്മഹത്യ പ്രചോദനത്തിന് ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ മാത്രമല്ല ചിലപ്പോ ജയിലിൽ ഇടുകയും ചെയ്യും. എനിക്കത് മതി. അവള് നമ്മൾ അനുഭവിച്ചതെല്ലാം അനുഭവിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ കത്തെഴുത്. ശരി എന്നാ വാ. എഴുത്. നല്ല ശക്തമായ ഭാഷയിൽ എഴുതിക്കോ. മഞ്ജുവിനോട് ജനങ്ങൾക്ക് വെറുപ്പ് തോന്നണം. വായിച്ചു. അടിപൊളി. ഇത് വായിച്ച ആർക്കായാലും മഞ്ജുവിനോട് ദേഷ്യം തോന്നും. ഇനിയൊരു ആത്മഹത്യ ശ്രമം കൂടി സെറ്റാക്കിയ എല്ലാം ഓക്കെ ആവും അല്ലടാ? അത് പോരടാ. ഞാൻ ആലോചിക്കുമ്പോ നമ്മൾ ഇത്രയും മോശക്കാരാണെന്ന് മഞ്ജു പറഞ്ഞു നടക്കുമ്പോ നാട്ടുകാരുടെ വികാരം നമുക്ക് അനുകൂലമാക്കി മാറ്റണമെങ്കിൽ വെറും ആത്മഹത്യാ ശ്രമം നടന്നാ പോരാ. പിന്നെ എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റണമെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടണം. എന്നാലേ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും. എടാ നീ എന്താടാ പറഞ്ഞു വരുന്നേ? എടാ നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാ പോരാ, ആത്മഹത്യ ചെയ്യണം. ഞാൻ മദ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. എടാ ഞാൻ ചതിക്കില്ലെന്ന് പറഞ്ഞല്ലേടാ. എടാ നീ എന്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ പീതാംബരനെ ഞാൻ കൊന്നെന്നുള്ള സത്യം അറിയാവുന്ന ഒരേ ഒരാൾ നീയാ.
ഞാൻ വിശ്വസിച്ച ഞാൻ എത്ര വലിയ റിസ്ക് ആണ് എടുക്കുന്നതെന്ന് നിനക്കറിയില്ലേ? എനിക്ക് ആ റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ സത്യമായിട്ടും പറയാ. നിന്നെ കൊല്ലുന്നതിനേക്കാളും വലിയ വിഷമം എനിക്ക് വേറെ ഇല്ലടാ. ആ മഞ്ജുവിനോടും മഹിമയോടും നിനക്കും കൂടി വേണ്ടിയുള്ള പ്രതികാരം ഞാൻ ചെയ്യും. ഇതെന്റെ വാക്കാ. ശരിക്കും സൈക്കോളാ. ശരിക്കും സൈക്കോളാ. നീ എന്താടാ പറഞ്ഞേ? നീ എന്താടാ പറഞ്ഞേ? ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ടും നീ എന്നെ അങ്ങനെ കണ്ടതല്ലേ? നന്നായി, നീ ചത്തത് നന്നായി. എനിക്ക് നിന്നെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. Psycho.